അങ്ങനെ ഒരിടവേളയ്ക്ക് ശേഷം സൗദി എയർലൈൻസിന്റെ ആദ്യ വിമാനം കരിപ്പൂരിൽ. റിയാദിൽ നിന്നുള്ള വിമാനം 8:15 കരിപ്പൂരിൽ ഇറങ്ങി. വൻ സ്വീകരണമാണ് എയർപോർട്ടിൽ ഒരുക്കിയിരുന്നത്. നമ്മൾ കൂടുതൽ യാത്രകളെ നല്ല യാത്രയായിരുന്നു, നല്ല സർവീസ്, വളരെ നല്ല സർവീസ്, യാത്ര വളരെ സുഖമാണ്. അരമണിക്കൂർ നേരത്തെ ഇറങ്ങിയാണ്. I am very happy. This is first time in Kerala. I will return back again, inshallah. Thank you. മലബാറിന്റെ ഒരു യാത്രാ ക്ലേശം തന്നെ സൗദി എയർലൈൻസ് വന്നതോട് കൂടി ഇപ്പോൾ ചെറിയ വിമാനമാണ് വന്നിട്ടുള്ളത്. സൗദി നിയോ 320 വിമാനമാണ് വന്നിട്ടുള്ളത്. നമ്മൾ മലബാർ ഡെവലപ്മെന്റ് ഫോറം ഫ്യൂച്ചറിൽ വലിയ വിമാനങ്ങൾ ഇവിടെ സർവീസ് ചെയ്യാനും കൂടുതൽ പാസഞ്ചേഴ്സിനെ സൗദി എയർലൈൻസ് കൂടെ എത്തിക്കാനും സീറ്റുകൾ വർദ്ധിക്കാനും ഞങ്ങൾ പ്രയത്നിക്കും. സൂപ്പറാണ്. ഞാൻ സ്ഥിരം യാത്രക്കാരനാണ് സൗദി എയർലൈൻസിന്റെ. കൊച്ചിയിലെ കാലിക്കറ്റായപ്പോൾ ഇവിടെ വന്ന് ഫസ്റ്റ് സ്ഥലത്തിൽ പോകുന്നതാണ് ഇപ്പോൾ പ്രാവശ്യം. ഉഷാറാണ്, കുഴപ്പമില്ല. യാത്ര നല്ല ഭക്ഷണമായിരുന്നു, നല്ല സർവീസാണ്. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? അടിപൊളിയായിരുന്നു. ആണോ? എങ്ങനെയുണ്ടായിരുന്നു യാത്ര? സൂപ്പർ സൂപ്പർ സൂപ്പർ, ഒന്നും പറയില്ല. കുറെ കാലം വെയിറ്റ് ചെയ്തിരുന്നൊരു സംഭവമാണ്. വന്നതിൽ ഒരുപാട് സന്തോഷം. Thank you so much for the nice welcoming, warm welcoming. Thank you, I appreciate it. Thank you. Thank you so much. Very nice, mashallah. Thank you. Nice to be here. Thank you. Nice country, nice people. Thank you. Thank you so much. We really like it. Thank you. We are happy to be back. Thank you so much. It's really amazing. Thank you guys so much. Thank you. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? അടിപൊളിയായിരുന്നു, സേഫ് ആയിരുന്നു. അനീസ് വിശദാംശങ്ങൾ നൽകും. അനീസ്, ദീർഘകാലമായുള്ള സൗദി പ്രവാസികളുടെ ആവശ്യമാണ് സൗദി എയർലൈൻസിന്റെ ഒരു വിമാനം കരിപ്പൂരിൽ എത്തുക എന്നുള്ളത്. അതൊരു ആവശ്യവും സന്തോഷവും എന്നതിനപ്പുറത്തേക്ക് ഈ പ്രവാസി യാത്രക്കാരുടെയൊക്കെ ഒരു വലിയ വൈകാരിക ആവശ്യവും കൂടിയാണ്. അപ്പോൾ സൗദി എയർലൈൻസ് വിമാനം വീണ്ടും കരിപ്പൂരിലേക്ക് വന്നിറങ്ങുമ്പോൾ എത്ര വലിയ ആശ്വാസം യാത്രാ മേഖലയിലുണ്ട്? ഇപ്പോൾ ചെറിയ വിമാനമാണെന്ന് അറിയുന്നു. എങ്ങനെയൊക്കെയാണ് സർവീസ്? വലിയ ആവേശത്തോടെയാണ് ആളുകൾ ഈ സൗദി എയർലൈൻസിനെ സ്വീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷം മുടങ്ങിക്കിടന്ന സർവീസാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അറബനമുട്ട്, കോൽക്കളി, അതുപോലെ തന്നെ പഞ്ചവാദ്യം, എല്ലാ അർത്ഥത്തിലും എല്ലാ സ്വീകരണം ഒരുക്കിക്കൊണ്ടാണ് ഈ നാട്ടുകാരും അതുപോലെ തന്നെ MDFന്റെ പ്രവർത്തകരും ഇവരെ സ്വീകരിക്കാൻ എത്തിയത്. എല്ലാ ആളുകളും വലിയ സംതൃപ്തി. നമ്മൾ യാത്രക്കാരോട് സംസാരിച്ചു, എല്ലാ ആളുകളും വളരെ സന്തോഷത്തായിരുന്നു. അരമണിക്കൂർ നേരത്തെ ഇവിടെ എത്തി. അതുകൊണ്ട് തന്നെ അതിലെ സൗകര്യങ്ങളും തന്നെ വലിയ ആശ്വാസം നൽകുന്നതായിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഇപ്പോൾ നേരത്തെ എന്താണ് ഇവിടുത്തെ ഒരു സാഹചര്യം? ആളുകൾ ഭയങ്കര സ്വീകരണം. സൗദി എയർലൈൻസിന്റെ 5 വർഷത്തിന് ശേഷമുള്ള തിരിച്ചുവരവിന് ഞങ്ങൾ മലബാർ ഡെവലപ്മെന്റ് ഫോറം ഇന്നൊരു ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ്. ദഫ്മുട്ട്, കോൽക്കളി, ശിങ്കാരിമേളം, എല്ലാ ഇതും നമ്മൾ എന്താ ഇവിടുത്തെ ഒരു ഭയങ്കര ആഘോഷമാണല്ലോ. കരിപ്പൂർ എയർപോർട്ട് നമ്മുടെ ഹൃദയമാണ്. ആ ഹൃദയത്തിന്റെ പ്രധാന വാൾവാണ് സൗദി എയർ. ലാസ്റ്റ് 5 ഇയേഴ്സ് 2020 ഡിസംബറിൽ തുടങ്ങിയതാണ് 321 നിയോ കൊണ്ടുവരാന്നുള്ളത്. ഇന്ന് 320 ആണ്, മോഡിഫൈഡ് ചെറിയ ഫ്ലൈറ്റ്. നാളെ മുതൽ 321. റിസർവ്ഡ് വർക്ക് കഴിയുമ്പോഴേക്ക് നമ്മൾ വൈറ്റ് ബോർഡിലേക്ക് അപ്ഗ്രേഡ് ആവും. അപ്പോൾ ഡ്രീം ലൈനിന് വേണ്ടി നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, പ്രവാസി യാത്രക്കാരുടെ ലഗേജ് അലവൻസ് കൂട്ടാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ടിക്കറ്റ് ചാർജ് ഒന്നുകൂടി ലഘൂകരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് വൈറ്റ് ബോഡി വരുമ്പോൾ അതെല്ലാം വരുന്ന യാത്രക്കാരുമായി സംസാരിച്ചിരുന്നു. അവരുടെ ഒരു പ്രതികരണം എന്തായിരുന്നു? ഞങ്ങളെ നെറ്റ്വർക്കിൽപ്പെട്ട യാത്രക്കാരാണ് അധികവും. ഇന്ന് വന്ന യാത്രക്കാരിലധികവും എല്ലാവരും ഹാപ്പിയാണ്. സൗദി എയർ എന്ന് പറഞ്ഞാൽ 321 നിയോ ആണ് പെർമനന്റ് ആയിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സേഫ്റ്റി വൈസ് അടിപൊളി ഫ്ലൈറ്റ് ആണ്. തീർച്ചയായും സൗകര്യം അതുപോലെ തന്നെ സുരക്ഷ, ഈ കാര്യങ്ങളിലൊക്കെ വളരെ മുന്നിൽ നിൽക്കുന്നതാണ് സൗദി എയർലൈൻസ്. അതുകൊണ്ട് തന്നെ വലിയ ആവേശത്തിൽ ആണ് ആളുകളെല്ലാവരും തന്നെ. നേരത്തെ അരമണിക്കൂർ നേരത്തെ എത്തിയെന്ന് മാത്രമല്ല, അതിൽ അവർക്ക് കിട്ടിയ സൗകര്യങ്ങളും വലിയ ആശ്വാസമായി എന്നാണ് നമ്മൾ സംസാരിച്ച. എല്ലാവരും വളരെ സന്തോഷം പ്രകടിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം MDFന്റെ മലബാർ ഡെവലപ്മെന്റ് ഫോറത്തിന്റെ ആളുകൾ മാത്രമല്ല, ഈ പ്രദേശവാസികളും ഇവരെ സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവർക്ക് ലഘുഭക്ഷണങ്ങൾ, അതായത് ചോക്ലേറ്റ്, അതുപോലെ തന്നെ ബൊക്ക, പൂക്കളൊക്കെ നൽകിയിട്ടാണ് ആളുകളും തന്നെ ഇവരെ സ്വീകരിച്ചത്. ഇവിടെ ഇപ്പോൾ ഈ അറഫനമുട്ട്, നിങ്ങൾ എപ്പോഴാണ് എത്തിയത്?
8:30 മണിക്ക് ദഫ്മുട്ടാണ്, അറബനല്ല. ദഫ്മുട്ട്. നിങ്ങൾ എവിടെ ഉള്ള ആൾക്കാരാ? ഞങ്ങളിവിടെ കോഴിക്കോട് മലപ്പുറം ജില്ലയിലുള്ളവർ തന്നെയാണ്. ഫോക്ക് ആർട്സ് കൾച്ചറൽ ഫോറം എന്ന് പറഞ്ഞ സംഘടനയുടെ കീഴിലുള്ള കുട്ടികളാണ് ഇവരൊക്കെ. എന്തായാലും ഇപ്പോ നിങ്ങൾ പഞ്ചവാദ്യം അല്ലേ? ഞങ്ങൾ ചിങ്കാരിമേളം എപ്പോ തുടങ്ങി? ഞങ്ങൾ രാവിലെ 8:30 ഇവിടെ എത്തി. വരുന്ന ആളുകളുടെ ഒക്കെ ഒരു പ്രതികരണം കണ്ടിരുന്നോ? പ്രതികരണം കണ്ടിരുന്നു. വളരെ പോസിറ്റീവ്, എല്ലാവരും ഹാപ്പിയാണ്. എന്തായാലും എത്തിയിട്ടുള്ള കലാകാരന്മാർ എല്ലാവരും തന്നെ ഇപ്പോൾ നമ്മൾ സംസാരിച്ച എല്ലാ ആളുകളും വളരെ സന്തുഷ്ടരാണ്. ഇപ്പോ കോൽക്കളി ഞങ്ങള് പാട്ട് പാടുന്നത് ഇങ്ങനെ കണ്ടിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ആളുകളുടെ? നല്ല പ്രതികരണമാണ് ഇവിടെ. ഈ വരുന്ന യാത്രക്കാർ കുറെ ആൾക്കാർ കോൽക്കളിക്കാരോട് പ്രത്യേകം സംസാരിക്കുന്നൊക്കെ കണ്ടിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ട് അവർ സംസാരിച്ചിട്ടുണ്ട്. കുട്ടികളോടൊക്കെ നല്ല ചെയ്തിട്ടുണ്ട്. എവിടെ ഉള്ളവരാണ്? നമ്മളിവിടെ പിന്നെ മോഡന്റെ അവിടെ ഉള്ളതാണ്, കുളത്തറ ചെറുവണ്ണൂർ മോഡൻ. എന്തായാലും എല്ലാ കലാകാരന്മാരും, അതായത് ഇപ്പോൾ ഈ പങ്കെടുത്ത എല്ലാ ആൾക്കാരും വളരെ ആവേശത്തിൽ തന്നെയാണ്. ഇവർക്ക് ഈ വരുന്ന ആളുകളും ഇവരുടെ ഈ കലാപ്രകടനങ്ങളിലൊക്കെ വളരെ സന്തോഷം പ്രകടിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഈ ആളുകളുടെ ഒരു സ്നേഹവായ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഇവരെല്ലാവരും തന്നെ പറയുന്നത്. എന്തായാലും ഈ നമ്മൾ വന്ന യാത്രക്കാർ, അവരെ സ്വീകരിച്ച ആളുകൾ, അതുപോലെ തന്നെ MDFന്റെ പ്രവർത്തകർ, അതിന് അവരെ സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള കലാകാരന്മാർ എല്ലാവരും തന്നെ നിറഞ്ഞ സന്തോഷത്തിലാണ്. കഴിഞ്ഞ 5 വർഷം മുടങ്ങിക്കിടന്ന സൗദി എയർലൈൻസ് ആണ് വീണ്ടും സർവീസ് പുനരാരംഭിച്ചിരിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും ഈ ബിസിനസ് ക്ലാസ്സിലുള്ള യാത്രക്കാർക്കും അതുപോലെ തന്നെ സാധാരണ പ്രവാസികൾക്കും ഒക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് എന്നാണ് ഇവരെല്ലാവരും തന്നെ ഒരേ സ്വരത്തിൽ പറയുന്നത്. ശരി, എന്തായാലും 5 വർഷത്തിന് ശേഷം സൗദി എയർലൈൻസിന്റെ വിമാനം വീണ്ടും കരിപ്പൂരിലെത്തി.